വർഷം 1978. സൗത്ത് അമേരിക്കയിലെ പെറു എന്ന സ്ഥലം. പെറുവിലുള്ള ഒരു ചെറിയ പ്രദേശമാണ് അയക്കുച്ചോ എന്ന ഗ്രാമം. ഈ ഗ്രാമത്തിന് ആ പേര് വരുവാനുള്ള കാരണം അയക്കുച്ചോ എന്നു പേരുള്ള ഗോത്രവർഗ്ഗക്കാർ അവിടെ താമസിക്കുന്നത് കൊണ്ടാണ്. അവരുടെ ഗോത്രത്തിന്റെ പേര് തന്നെയാണ് ഈ സിറ്റിക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ ആ വർഷങ്ങൾ അയക്കുച്ചോ നിവാസികളെ സംബന്ധിച്ച് മറക്കുവാൻ കഴിയാത്ത ഒന്നായിരുന്നു. കാരണം 8 മുതൽ 12 വയസ്സുള്ള ധാരാളം കുട്ടികൾ, അതും പെൺകുട്ടികൾ, ആ ഗ്രാമത്തിൽ നിന്നും തുടർച്ചയായിട്ട് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഒന്നും രണ്ടുമല്ല, ഏകദേശം 100-ന് മുകളിൽ പെൺകുട്ടികളാണ് ഇങ്ങനെ നിഗൂഢമായിട്ട് തിരോധാനം ചെയ്യപ്പെട്ടു പോയത്. കാണാതെ പോയ ആ പെൺകുട്ടികൾക്ക് എന്തു സംഭവിച്ചുവെന്ന് ആർക്കും അറിയില്ല. കാരണം അവരുടെ ആരുടെയും ജഡങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടില്ല. വാനിഷ്ഡ് ഇൻ തിൻ എയർ, അങ്ങനൊരു ചൊല്ലുണ്ട്. അതുപോലെ നിഗൂഢമായിട്ട് വായുവിൽ അലിഞ്ഞെന്ന പോലെ അവർ അപ്രത്യക്ഷമായിരിക്കുന്നു. അയക്കുച്ചോയിലെ പോലീസ് സ്റ്റേഷനിൽ പെൺകുട്ടികൾ കാണാതായതിനെക്കുറിച്ച് ധാരാളം പരാതികൾ കിട്ടുകയാണ്. പക്ഷേ പോലീസിന്റെ അന്വേഷണത്തിലും അവർക്ക് യാതൊന്നും കണ്ടെത്തുവാനായില്ല. ഒരു പക്ഷേ ഏതെങ്കിലും കള്ളക്കടത്ത് സംഘമായിരിക്കണം ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത്. അവരുടെ ഓർഗൻസ് എടുത്ത് വിൽക്കുകയായിരിക്കണം അവരുടെ ലക്ഷ്യം. അങ്ങനെ ഇരിക്കെ ഒരു സംഭവം ഉണ്ടായി. അയക്കുച്ചോ ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്ന ഒരു ഗ്രാമത്തിൽ ഒരു മനുഷ്യൻ കടന്നു വന്നു. അവിടെ കണ്ട ഒരു പെൺകുട്ടിക്ക് അയാൾ ഒരു വസ്തു നൽകി. പിന്നെ അവളുടെ കാതിൽ എന്തോ പറഞ്ഞു. പിന്നെ അയാൾ ഒന്നും അറിയാത്തതുപോലെ മുൻപോട്ട് നടന്നു. ഈ പെൺകുട്ടിയാകട്ടെ ആ മനുഷ്യന്റെ പിന്നാലെ നടക്കുവാനും തുടങ്ങി. എന്നാൽ വളരെ യാദൃശ്ചികമായിട്ട് ഈ കാഴ്ച ഈ പെൺകുട്ടിയുടെ അമ്മ കാണുകയാണ്. അവർ ഉച്ചത്തിൽ നിലവിളിച്ചു. അവരുടെ നിലവിളി കേട്ട് ഗ്രാമവാസികൾ ഒത്തുകൂടി. ഗ്രാമവാസികൾ ഓടിയെടുക്കുന്നത് കണ്ടപ്പോൾ ഈ മനുഷ്യൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാനായിട്ട് ഒരു ശ്രമം നടത്തി. അവർ വിട്ടില്ല. അവർ ഓടിച്ച് അയാളെ പിടിച്ച് മർദ്ദിച്ച് ഒരു മരത്തിൽ കെട്ടിയിട്ടു. മരത്തിൽ കെട്ടിയിട്ട ശേഷവും മർദ്ദനം നിർത്തിയില്ല. അതോടെ അയാൾ ഒരു അബോധാവസ്ഥയിലായി. അല്പനേരം കഴിഞ്ഞ് അബോധാവസ്ഥയിൽ നിന്നും ഉണർന്ന അയാൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. അയാൾ വിറങ്ങലിച്ചു പോയി. ആ ഗോത്രവർഗ്ഗക്കാർ അയാളുടെ കൺമുൻപിൽ വെച്ച് വലിയൊരു കുഴി കുഴിക്കുകയാണ്. പിന്നെ മരത്തിൽ നിന്നും അയാളുടെ കെട്ടഴിച്ച് അയാളെ കുഴിയിലേക്ക് ഇറക്കി നിർത്തി. തല മാത്രം മുകളിൽ കാണും വിധത്തിൽ മണ്ണിട്ട് മൂടി. ഇപ്പോൾ ഭൂമിക്ക് മുകളിലായിട്ട് അയാളുടെ തല മാത്രമേ കാണുവാനുള്ളൂ. അതിനുശേഷം അവർ ചെയ്ത കാര്യം ഇതാണ്. ധാരാളം തേൻ കൊണ്ടുവന്ന് അയാളുടെ തലവഴി ഒഴിക്കുവാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ഇത് പഴയ കാലത്തുണ്ടായിരുന്ന വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു ശിക്ഷയായിരുന്നു. അയാളുടെ തലയിൽ ഒഴിച്ച തേൻ കുടിക്കുവാനായിട്ട് പ്രാണികളും ഷഡ്പദങ്ങളും എറുമ്പുകളും അതുപോലെ മറ്റു പല ജീവികളും വരും. തേൻ കുടിക്കുക മാത്രമല്ല ആ ജീവികൾ ചെയ്യുന്നത്, അനങ്ങുവാൻ പോലും കഴിയാതെ നിൽക്കുന്ന ആ മനുഷ്യന്റെ മുഖത്തും തലയിലുമായിട്ട് ഈ ജീവികൾ മുട്ടയിടും. ക്രമേണ ആ മുട്ട വിരിഞ്ഞ് പുഴുക്കൾ പുറത്തേക്ക് വരും. ആ പുഴുക്കൾ അയാളുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി ജീവനോടെ അയാളെ ആഹരിക്കുവാൻ തുടങ്ങും. ജീവനോടെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യനെ പുഴുക്കളെ കൊണ്ട് ആഹരിച്ചു കൊല്ലുന്ന വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു ശിക്ഷാരീതിയാണിത്. ഏറ്റവും വേദനാജനകവും ക്രൂരവുമായിട്ടുള്ള ശിക്ഷ ഈ മനുഷ്യന് കൊടുക്കണമെന്നാണ് ആ ജനത തീരുമാനിച്ചത്. എന്നാൽ അവിടെയാണ് ആരും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് കടന്നു വരുന്നത്. എന്തായിരുന്നു ആ ട്വിസ്റ്റ്? എന്തിനായിരുന്നു ആ ആദിവാസികൾ ആ മനുഷ്യനെ മണ്ണിൽ കുഴിച്ചിട്ട് ഇത്തരമൊരു ശിക്ഷ വിധിച്ചത്? നമ്മളുടെ എല്ലാവരുടെയും മനസ്സിനെ വളരെയേറെ അലോസരപ്പെടുത്തുന്ന ഒരു കഥയിലേക്കാണ് നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. വെൽക്കം ബാക്ക്. സൗത്ത് അമേരിക്കയിലുള്ള മറ്റൊരു സ്ഥലമാണ് ഇക്വാഡോർ. അവിടെ ഒരു സ്ഥലമുണ്ട്, അബാറ്റോ. മുൻപ് പെറുവിലെ അയാക്കുച്ചൻ എന്ന സ്ഥലത്തു നിന്നും 100 കണക്കിന് പെൺകുട്ടികളെ കാണാതായെന്ന് പറഞ്ഞില്ലേ? അതുപോലെ ഇവിടെയും സംഭവിക്കുകയാണ്. അങ്ങനെ കാണാതാകുന്ന പെൺകുട്ടികൾ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അവരുടെ ജഡങ്ങൾ പോലും കണ്ടെടുക്കപ്പെട്ടില്ല. മുൻപ് പെറുവിൽ എന്തു സംഭവിച്ചുവോ അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇക്വാഡോറിൽ സംഭവിക്കുന്നത്. അയാക്കുച്ചോൻ പോലീസ് മുൻപ് വിചാരിച്ചതുപോലെ തന്നെയാണ് ഇവിടെയുള്ള പോലീസും വിചാരിച്ചത്. ഇതൊരു പക്ഷേ ഒരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആയിരിക്കാം, അതായത് മനുഷ്യക്കടത്ത്. അങ്ങനെ ഇരിക്കെ അബാറ്റോയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വാർത്ത വരികയാണ്. 8 മുതൽ 12 വയസ്സ് വരെ പ്രായം വരുന്ന 4 പെൺകുട്ടികളുടെ ജഡങ്ങൾ ഒരു ആറ്റിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. വേഗം തന്നെ അബാറ്റോ പോലീസ് സ്ഥലത്ത് വന്നു. പെൺകുട്ടികളുടെ ജഡങ്ങൾ പരിശോധിച്ച് അവർ ഞെട്ടിപ്പോയി. കാരണം 4 പെൺകുട്ടികളുടെ കഴുത്തിൽ ആരോ ഞെരിച്ച പാടുണ്ട്. 4 പേരെയും കഴുത്തിൽ ഞെരിച്ചാണ് കൊലയാളി കൊന്നിട്ടുള്ളത്. മാത്രവുമല്ല, കൊലയാളി കഴുത്തിൽ ഞെരിച്ച ആ ഫോഴ്സിൽ ഈ 4 പെൺകുട്ടികളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നിട്ടുണ്ട്. 4 കുട്ടികളെയും കൊലപ്പെടുത്തിയ ശൈലി ഒന്നു തന്നെയാണ്. അതായത് ഒരു വ്യക്തി തന്നെയാണ് ഇത് മുഴുവനും ചെയ്തിട്ടുള്ളത്. അതോടെ ഈ നാട്ടിൽ ഒരു സീരിയൽ കില്ലർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പോലീസിന് സംശയം തോന്നുവാൻ തുടങ്ങി. അതോടെ അബാറ്റോ പോലീസ് ഒരു കാര്യം ചെയ്തു. ആ നഗരത്തിലെ നിവാസികൾക്ക് മുഴുവനും ഒരു അറിയിപ്പ് കൊടുത്തു. നിങ്ങളുടെ പെൺകുട്ടികളുടെ അടുക്കൽ ആരെങ്കിലും സംശയകരമായിട്ട് സംസാരിക്കുന്നത് കണ്ടാൽ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കണം.
പോലീസ് പൊതുജനങ്ങൾക്ക് ഈ അറിയിപ്പ് കൊടുത്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സംഭവം ഉണ്ടായി. കാർവിന പൊവേഡ എന്ന സ്ത്രീ 12 വയസ്സുള്ള തന്റെ മകളായ മാരിയെയും കൂട്ടിക്കൊണ്ട് ഒരു സ്ട്രീറ്റിലൂടെ പോവുകയായിരുന്നു. കാർവിന ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് ഒരു അപരിചിതൻ മാരിയെ സമീപിച്ചു. അയാൾ മാരിയോട് എന്തോ പറഞ്ഞു. പിന്നെ മുൻപോട്ട് നടക്കുവാൻ തുടങ്ങി. മാരി തൊട്ടു പിന്നാലെയും. കാർവിന ഇത് കണ്ടു. അവൾ നിലവിളിച്ചു. അടുത്ത നിമിഷം ആ അപരിചിതൻ ഓടുവാൻ തുടങ്ങി. അതേ സമയത്ത് ആ തെരുവിലുണ്ടായിരുന്ന വ്യാപാരികളും മറ്റാളുകളും ചേർന്ന് ഓടിച്ചിട്ട് അയാളെ കീഴ്പ്പെടുത്തി. വലിയൊരു ആൾബലത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് ആ മനുഷ്യന് കഴിഞ്ഞില്ല. അവർ അയാളെ മർദ്ദിച്ച് അവശനാക്കി അബാറ്റോ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. അയാളുടെ പേര് പെഡ്രോ അലാൻസോ ലോപ്പസ് എന്നായിരുന്നു. പോലീസ് ഈ പേര് വെച്ച് അന്വേഷണം ആരംഭിച്ചു. ഈ പേരിൽ ആരെങ്കിലും ഉണ്ടോ, അഥവാ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അയാൾക്ക് എന്തെങ്കിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്നും അന്വേഷിച്ചു. ആ അന്വേഷണത്തിൽ പോലീസിന് ഒരു കാര്യം മനസ്സിലാവുകയാണ്. 1956 കൊളംബിയയിൽ നിന്നും ഇതേ പേരിലുള്ള 8 വയസ്സുള്ള ഒരു ബാലൻ അപ്രത്യക്ഷനായിട്ടുണ്ട്. അന്ന് കൊളംബിയയിൽ നിന്നും അപ്രത്യക്ഷനായ 8 വയസ്സുള്ള അതേ ബാലൻ തന്നെയാണ് ഇന്ന് അബാറ്റോ പോലീസ് പിടിച്ചു വെച്ചിരിക്കുന്ന ലോപ്പസ്. അയാൾക്കിപ്പോൾ പ്രായം 33 വയസ്സുണ്ട്. പിന്നീട് പോലീസ് അവന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. ഏകദേശം 9 വർഷക്കാലം അവൻ കൊളംബിയയിലെ ഒരു ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. അതും ഒരു മോഷണ കേസിൽ. ലോപ്പസിനെ തടവിൽ പാർപ്പിച്ച ആ ജയിൽ അധികൃതരുമായിട്ട് അബാറ്റോ പോലീസ് സംസാരിച്ചു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി അവർ അറിയുന്നത്. ആ ജയിലിൽ വെച്ച് തടവിൽ കിടക്കുന്ന സമയത്ത് മറ്റു 3 സഹ തടവ് പുള്ളികളെ ലോപ്പസ് കൊന്നിട്ടുണ്ട്. അതോടെ അബാറ്റോ പോലീസിന് കാണാതായിട്ടുള്ള നിരവധി കുട്ടികളുടെ തിരോധാനത്തിന് പിന്നിൽ ഇവന്റെ കൈകളായിരിക്കുമോ എന്ന് സംശയം തോന്നുവാൻ തുടങ്ങി. ആ സംശയത്തെ മുൻനിർത്തി അവരയാളെ ചോദ്യം ചെയ്തു. എന്നാൽ പെഡ്രോ ലോപ്പസ് അവരുമായിട്ട് സഹകരിക്കുവാനായിട്ട് ഒട്ടും തന്നെ കൂട്ടാക്കിയില്ല. അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും അയാൾ നിശബ്ദത പാലിച്ചു. പക്ഷെ അബാറ്റോ പോലീസ് അയാളെ പുറത്തു വിട്ടില്ല. ഒരു സെല്ലിൽ അടയ്ക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഏതാനും ആഴ്ചകൾ കടന്നു പോവുകയാണ്. അങ്ങനെ ഇരിക്കെ പെഡ്രോ ലോപ്പസ് കിടക്കുന്ന സെല്ലിലേക്ക് പുതിയൊരു തടവുകാരൻ വരികയാണ്. ഈ തടവുകാരൻ അത്യാവശ്യം ധനികനായിട്ടുള്ള മനുഷ്യനായിരുന്നു. അയാൾക്ക് ജയിലിൽ ധാരാളം ഇൻഫ്ലുവൻസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ആവശ്യപ്പെടുമ്പോഴെല്ലാം സിഗരറ്റും മദ്യവും അങ്ങനെ എന്തു വേണമെങ്കിലും കിട്ടുമായിരുന്നു. തനിക്ക് കിട്ടുന്ന സിഗരറ്റും മദ്യവുമെല്ലാം ലോപ്പസുമായിട്ട് ഈ പുതിയ തടവുകാരൻ പങ്കുവയ്ക്കുവാൻ തുടങ്ങി. അങ്ങനെ ഇവർ തമ്മിൽ ഒരു സൗഹൃദം ഉടലെടുക്കുകയാണ്. അങ്ങനെ ഏകദേശം 1 മാസത്തോളം കടന്നു പോവുകയാണ്. ഇതിനിടയിൽ പുതിയ തടവുപുള്ളിയും ലോപ്പസും ഉറ്റ ചങ്ങാതിമാരായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ പുതിയ തടവുകാരൻ ലോപ്പസിനോട് പറയുകയാണ്, ഞാനൊരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത കേസിനാണ് ഉള്ളിൽ വന്നിരിക്കുന്നത്. അധികം നാൾ ഞാനിവിടെ കിടക്കില്ല, ഉടൻ തന്നെ പുറത്തേക്ക് പോകും. ഇത് കേട്ടതും ലോപ്പസ് വളരെ പുച്ഛത്തോടെ അയാളെ നോക്കി ഇങ്ങനെ പറഞ്ഞു, ഒരു പെണ്ണിനെ റേപ്പ് ചെയ്ത കേസിനാണോ നീ ഇവിടെ വന്ന് കിടക്കുന്നത്? ഞാൻ ഓർത്തു നീ വലിയ ആളായിരിക്കുമെന്ന്. നിനക്കൊരു കാര്യം അറിയാമോ? ഞാൻ 300-ലധികം പെൺകുട്ടികളെ റേപ്പ് ചെയ്തു കൊന്നിട്ടുണ്ട്. എന്നാൽ ആ കാര്യമൊന്നും ഇവിടെയുള്ള പോലീസുകാർക്ക് അറിയില്ല. എന്തായാലും ആ തടവുകാരനെ സംബന്ധിച്ച് അതൊരു കരാള രാത്രിയായിരുന്നു. കാരണം 300-ലേറെ കുട്ടികളെ കൊന്ന ഒരു സൈക്കോയാണ് തൻ്റെ തൊട്ടരികിൽ കിടക്കുന്നത്. അയാൾ എപ്പോൾ വേണമെങ്കിലും തന്നെ ആക്രമിച്ചേക്കാം. അങ്ങനെ നേരം പുലരുകയാണ്. ലോപ്പസ് കിടക്കുന്ന സെല്ലിന്റെ വാതിൽ തുറക്കപ്പെട്ടു. പുതിയ തടവുകാരൻ പുറത്തേക്ക് പോയി. എന്നാൽ ഏറെ നേരമായിട്ടും അയാൾ മടങ്ങി വന്നില്ല. അയാൾ എന്തുകൊണ്ടാണ് മടങ്ങി വരാത്തത് എന്നറിയുവാനായി അയാൾ ചുറ്റും നോക്കി. അപ്പോഴൊരു 4 പോലീസുകാർ ലോപ്പസ് കിടക്കുന്ന സെല്ലിന്റെ അരികിലേക്ക് വരികയാണ്. ആ പോലീസുകാരിൽ ഒരാളുടെ മുഖത്തേക്ക് ലോപ്പസ് ആശ്ചര്യത്തോടെ നോക്കി. ആ മനുഷ്യൻ വേറെ ആരുമായിരുന്നില്ല. കഴിഞ്ഞ ദിവസം വരെ തൻ്റെ കൂടെ ഒരേ സെല്ല് പങ്കിട്ട തടവുപുള്ളിയായിരുന്നു അത്. അയാൾ വേറെ ആരുമായിരുന്നില്ല, പോലീസ് ക്യാപ്റ്റനായ പാസ്റ്റർ കാർഡോവ ആയിരുന്നു. പോലീസുമായിട്ട് ലോപ്പസ് ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പോലീസിന് തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു ഇത്. അതിൻ പ്രകാരമാണ് ക്യാപ്റ്റൻ പാസ്റ്റർ ഒരു തടവുകാരന്റെ വേഷമിട്ട് ലോപ്പസിന്റെ സെല്ലിലെത്തിയത്. എന്തായാലും അയാൾ വന്ന ദൗത്യം വിജയിച്ചു. ലോപ്പസിന്റെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുവാനായിട്ട് ക്യാപ്റ്റന് സാധിച്ചു. സെല്ല് തുറന്ന 4 പോലീസുകാരും ലോപ്പസിനെ ചോദ്യം ചെയ്യുവാനായിട്ട് ഒരു റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെയുള്ള ഒരു കസേരയിൽ അവനെ ഇരുത്തി. ആ സമയത്തും ലോപ്പസ് ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവനൊരു കാഴ്ച കണ്ടു. ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കംപ്ലൈന്റ് ഫയൽ. ആ ഫയലിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. ഈ സമയം പോലീസുകാർ, നീ ക്യാപ്റ്റനോട് പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് ചോദിച്ചു. അതിന് ലോപ്പസ് അവർക്ക് കൊടുത്ത മറുപടി ഇതാണ്, ഞാൻ അയാളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% സത്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആ ഫയലിൽ കാണുന്ന പെൺകുട്ടിയുണ്ടല്ലോ, മിസ്സിംഗ് ആയ പെൺകുട്ടി, ആ പെൺകുട്ടിയെ കൊന്നതും വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. പിന്നെ പോലീസ് ലോപ്പസിനോട് ചോദിച്ചു, നീ എത്ര കുട്ടികളെ കൊന്നിട്ടുണ്ട്? അതിനവൻ കൊടുത്ത മറുപടി ഇതാണ്, 300-ന് മുകളിൽ വരും. കൃത്യമായിട്ടുള്ള എണ്ണം എനിക്ക് ഓർമ്മയില്ല. ഈ കാര്യങ്ങളെല്ലാം പോലീസിനോട് അയാൾ പറയുമ്പോഴും അയാളുടെ മുഖത്ത് കുറ്റബോധത്തിന്റെ യാതൊരു ലാഞ്ചന പോലുമില്ലായിരുന്നു. അതിരിക്കട്ടെ,
നീ എന്തിനാണ് ഈ കുട്ടികളെ മാത്രം കൊല്ലുന്നത് എന്ന പോലീസിന്റെ ചോദ്യത്തിന് അതിനവൻ പറഞ്ഞ കാരണം കേട്ട് സൗത്ത് അമേരിക്ക മാത്രമല്ല, ലോകം വരെ വിറച്ചുപോയി. പോലീസിന് മുൻപിൽ അയാൾ നടത്തിയ കുറ്റസമ്മതത്തിന്റെ രത്നചുരുക്കം അതിതായിരുന്നു. കൊളംബിയയിലെ വെനാഡിലോ എന്ന പ്രവിശ്യയിൽ ടോളിമ എന്ന നഗരത്തിൽ 1948 ഒക്ടോബർ 8-നാണ് ലോപ്പസ് ജനിക്കുന്നത്. ലോപ്പസ് ജനിക്കുന്നതിനും 6 മാസം മുൻപ് അവന്റെ പിതാവായ മെഗഡാർഡോ റിയസ് സിവിൽ വാറിൽ കൊല്ലപ്പെട്ടു. ആ കുടുംബത്തിൽ ലോപ്പസ് അടക്കം 13 കുട്ടികൾ ഉണ്ടായിരുന്നു. 12 സഹോദരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ലോപ്പസിന്റെ ബാല്യകാലം അതത്ര നല്ലതായിരുന്നില്ല. ലോപ്പസിന്റെ അമ്മയുടെ പേരാണ് മെനിൽഡ ലോപ്പസ് ഡെ കാസനോവ. ഈ സ്ത്രീയാകട്ടെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. പിതാവില്ലാതെ ഇത്തരമൊരു സാഹചര്യത്തിൽ വളർന്ന ലോപ്പസ് തനി താന്തോന്നിയായിട്ടാണ് വളർന്നത്. അങ്ങനെ ഇരിക്കവെയാണ് ലോപ്പസിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ സംഭവം ഉണ്ടായത്. അവന് 8 വയസ്സ് പ്രായമുള്ളപ്പോൾ സ്വന്തം സഹോദരിയെ അബ്യൂസ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. ഇതറിഞ്ഞ അമ്മയായ മെനിൽഡ അവനെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കി. വീട് വിട്ടിറങ്ങിയ ലോപ്പസ് വന്നു ചേർന്നത് ബൊഗാട്ടോ എന്ന സ്ഥലത്താണ്. അന്ന് രാത്രിയിൽ ബൊഗാട്ടോയിലെ തെരുവിൽ കിടന്നുറങ്ങുമ്പോൾ ഏതാനും പുരുഷന്മാർ വന്ന് അവനെ ദുരുപയോഗം ചെയ്യുകയാണ്. ലോപ്പസിന് വെറും 8 വയസ്സ് മാത്രമാണ് പ്രായമുള്ളൂ. ഒന്ന് പ്രതികരിക്കുവാൻ പോലും അവന് കഴിയില്ല. ഈ പ്രവൃത്തി അവൻ്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചു. അങ്ങനെ ഒരു 2 വർഷം കൂടി കടന്നു പോവുകയാണ്. ഈ കാലയളവിൽ തുടർച്ചയായിട്ടുള്ള പ്രകൃതി വിരുദ്ധ പീഡനങ്ങളാണ് അവന് അനുഭവിക്കേണ്ടി വന്നത്. അങ്ങനെ ലോപ്പസിന് 10 വയസ്സായി. ആ സമയത്ത് ലോപ്പസിന്റെ ദുരവസ്ഥ കണ്ടും മനസ്സലിഞ്ഞ ഒരു അമേരിക്കൻ ഫാമിലി അവനൊരു ഓർഫനേജ് ചേർത്ത് വിടുകയാണ്. അവിടെയും കഥ വ്യത്യസ്തമായിരുന്നില്ല. 2 വർഷക്കാലത്തോളം വളരെ സന്തോഷകരമായിട്ട് അവൻ ആ ഓർഫനേജിൽ പഠിച്ചു. അതിനുശേഷം പുതിയതായിട്ട് മറ്റൊരു ടീച്ചർ വന്നു. ആ ടീച്ചറും ലോപ്പസിനെ ദുരുപയോഗം ചെയ്യുവാൻ തുടങ്ങി. അതോടെ അവൻ ആ സ്കൂളിൽ നിന്നും ഒളിച്ചോടി പോവുകയാണ്. അങ്ങനെ പുറത്ത് നഗരത്തിലെത്തിയ ലോപ്പസ് ഒരു കുട്ടി ഗ്യാങ്ങിന്റെ കൂടെ ചേർന്നു. ഈ കുട്ടികളും കറകളഞ്ഞ കുറ്റവാളികളാണ്. ഈ കുട്ടി കുറ്റവാളികളുടെ കൂട്ടത്തിൽ ചേർന്ന ലോപ്പസ് മോഷണത്തിൽ ഏർപ്പെട്ടു. കഞ്ചാവ് വലിയും ശീലമാക്കി. അങ്ങനെ വീണ്ടും വർഷങ്ങൾ കടന്നു പോവുകയാണ്. ഇപ്പോൾ ലോപ്പസിന് പ്രായം 21. 21ാമത്തെ വയസ്സിൽ അവൻ ഒരു കാർ മോഷണ കേസിൽ പിടിക്കപ്പെട്ടു. കോടതി അവനെ 7 വർഷം ജയിൽ ശിക്ഷ വിധിച്ചു. എന്നാൽ ജയിലിലെത്തിയ ലോപ്പസിന്റെ അവസ്ഥ മുൻപത്തെക്കാളും മോശമായിരുന്നു. സ്ഥിരമായിട്ട് അവിടെയുള്ള 4 തടവ് പുള്ളികൾ അവനെ ദുരുപയോഗം ചെയ്യുമായിരുന്നു. ഇതിൽ മനസ്സുമടുത്ത ലോപ്പസ് അവരെ ഇല്ലാതാക്കുവാൻ തീരുമാനിച്ചു. അയാൾ ജയിലിന്റെ ഉള്ളിൽ തനിക്ക് ശേഖരിക്കുവാനായിട്ട് കഴിയുന്ന ലോഹവസ്തുക്കൾ ശേഖരിച്ചു. പിന്നെ അതെല്ലാം മൂർച്ച കൂട്ടി ഒരു കത്തി പോലെയാക്കി. അതിന്റെ അടുത്ത ദിവസം അവനെ അബ്യൂസ് ചെയ്യുവാനായിട്ട് വന്ന 4 പേരിൽ 3 പേരെ അവൻ കുത്തിക്കൊലപ്പെടുത്തി. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ഈ കുറ്റകൃത്യത്തിന് അവന് 2 വർഷം കൂടി തടവ് ശിക്ഷ നീട്ടി കിട്ടുകയാണ്. അങ്ങനെ 9ാമത്തെ വർഷം ലോപ്പസ് പുറത്തിറങ്ങി. 1978-ലാണ് ലോപ്പസ് ജയിൽ മോചിതനാകുന്നത്. ആ സമയം അവന്റെ പ്രായം 30 വയസ്സാണ്. അയാൾ തന്റെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് പുനർവിചിന്തനം ചെയ്തു. താൻ ഇങ്ങനെ ആകുവാനുള്ള കാരണം എന്താണ്? അതിന് കാരണം ഒരേ ഒരാളേ ഉള്ളൂ. അത് തന്റെ അമ്മയാണ്. അവർ അന്നെടുത്ത തെറ്റായ തീരുമാനമാണ് തന്നെ ഇങ്ങനെയാക്കിയത്. അതോടെ സ്ത്രീ വർഗത്തോട് അയാളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിദ്വേഷം നുരഞ്ഞു പൊന്തി. അതിനുശേഷമാണ് ലോപ്പസ് കുട്ടികളെ കടത്തിക്കൊണ്ടുപോയിട്ട് അവരെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തുവാൻ തുടങ്ങിയത്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും തോന്നാവുന്ന ഒരു സംശയമുണ്ട്. 1ഉം 2ഉമല്ല, 300 കുട്ടികളെയാണ് ലോപ്പസ് ഇങ്ങനെ കടത്തിക്കൊണ്ടുപോയത്. ആ 300 കുട്ടികളിൽ ഒരാൾക്ക് പോലും ഒരു അപകടശങ്കയും ഉണ്ടായിട്ടില്ല. ഒരാൾ പോലും ഒന്നും നിലവിളിച്ചിട്ടില്ല. അതെങ്ങനെ സംഭവിക്കും? അതെ, അതിന് കാരണം ഇയാൾ കുട്ടികളെ കടത്തുന്ന ശൈലി തന്നെയായിരുന്നു. ആദ്യം ലോപ്പസ് ചെയ്യുന്ന കാര്യം ഇതാണ്. അവനൊരു കുട്ടിയെ ടാർഗറ്റ് ചെയ്യും. പിന്നെ ആ കുട്ടിയുടെ അരികിലേക്ക് ചെന്ന് ട്രിങ്കറ്റ് എന്ന് വിളിക്കുന്നൊരു ഹെയർ ക്ലിപ്പ് കാണിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഒന്നായിരിക്കും അത്. അത് കുട്ടിക്ക് വളരെയേറെ ഇഷ്ടപ്പെടും. അപ്പോൾ ആ കുട്ടിയോട് അയാൾ പറയും, ഇതുപോലെയുള്ള ധാരാളം ട്രിങ്കറ്റുകൾ എൻ്റെ വീട്ടിലുണ്ട്. നീ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അതെല്ലാം ഞാൻ നിനക്ക് തരാം. ഞാൻ മുൻപിൽ നടക്കാം, നീ എൻ്റെ പിറകിൽ വന്നാൽ മതി. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ മുൻപിൽ നടക്കും. കുട്ടി പിന്നാലെയും പോകും. ഇതായിരുന്നു അയാളുടെ മോഡസ് ഓപ്പറാൻഡി. പുറമേ നിന്നും ഈ കാഴ്ച കാണുന്ന ഒരാളുടെ കാഴ്ചപ്പാട് ഇതായിരിക്കും. ഒരാൾ മുൻപേ പോകുന്നു, ഒരു കുട്ടി പിന്നാലെ പോകുന്നു. അവർക്ക് യാതൊരു സംശയവും തോന്നില്ല. ഈ ശൈലി ഉപയോഗിച്ചാണ് ആർക്കും ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ അത്രയും കുട്ടികളെ അവൻ കടത്തിക്കൊണ്ടുപോയത്. അങ്ങനെ തൻ്റെ വീട്ടിലെത്തുന്ന കുട്ടികളെ ലോപ്പസ് അതിക്രൂരമായിട്ട് റേപ്പ് ചെയ്യും. അതിനുശേഷം അയാൾ തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് അവരുടെ കഴുത്ത് ഞെരിക്കും. അതിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ലോപ്പസ് കുട്ടികളുടെ കഴുത്ത് ഞെരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തള്ളി പുറത്തേക്ക് വരും. ആ സമയത്ത് അവരുടെ കണ്ണുകളിൽ മരണഭയം നിഴലിക്കും. അതായിരുന്നു അയാൾക്ക് കാണേണ്ടതും. രാത്രി സമയത്ത് കുട്ടികളെ ഇങ്ങനെ കൊന്നാൽ തനിക്ക് അവരുടെ മുഖത്തെ മരണഭയം കാണുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ലോപ്പസ് ചെയ്യുന്ന കാര്യം ഇതാണ്. രാത്രി മുഴുവനും അയാൾ ആ കുട്ടികളെ പീഡിപ്പിക്കും. പിന്നെ നേരം പുലർന്നു വരുമ്പോൾ ആ വെളിച്ചത്തിൽ അവൻ അവരെ കൊലപ്പെടുത്തും. അവരുടെ കണ്ണുകളിൽ കാണപ്പെടുന്ന മരണഭയത്തെ പകൽ വെളിച്ചത്തിൽ കാണണമെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. കൊലപാതകത്തിന് ശേഷം ലോപ്പസ് ചെയ്യുന്ന കാര്യം ഇതാണ്. അയാൾ നേരത്തെ കുഴിച്ചു വെച്ചിരിക്കുന്ന കുഴിയിൽ അവരെ അടക്കം ചെയ്യും. അതിനുശേഷം ഏതാനും ദിവസം കഴിയുമ്പോൾ ആ കുഴി വീണ്ടും തുറന്ന്
ആ ജഡങ്ങൾ പുറത്തെടുത്ത് വെക്കും. പിന്നെ ആ കുട്ടിയുടെ മൃതശരീരവുമായിട്ട് സംസാരിച്ചുകൊണ്ട് അയാൾ ആഹാരം കഴിക്കും. അതുകൊണ്ടും അവസാനിക്കുന്നില്ല. അയാൾ വീണ്ടും ആ ജഡത്തെ ദുരുപയോഗം ചെയ്യും. പിന്നെ വീണ്ടും കുഴിച്ചിടും. പിന്നെ വീണ്ടും ഇത് ആവർത്തിക്കും. അങ്ങനെ കുറച്ച് ദിവസം മുൻപോട്ട് പോകുമ്പോൾ അയാൾക്ക് ആ ജഡത്തോട് മടുപ്പ് തോന്നും. അതോടെ അടുത്ത കുട്ടികളെ തേടിയിറങ്ങും. പെറുവിൽ ഇവൻ ഇതേപോലെ 100 കണക്കിന് കുട്ടികളെ കൊലപ്പെടുത്തുന്ന സമയത്താണ് അവിടെയുള്ള ആദിവാസികൾ അവനെ പിടിക്കുന്നതും മരത്തിൽ കെട്ടിയിടുന്നതും പിന്നെ നിലത്തൊരു കുഴിയെടുത്ത് തല മുകളിൽ കാണുന്നതും കുഴിച്ചിട്ട് തലയിൽ തേനൊഴിച്ചതും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയേക്കാം, അവൻ ആദ്യമേ തന്നെ പിടിക്കപ്പെട്ടല്ലോ, ആദിവാസികളാൽ ശിക്ഷിക്കപ്പെട്ടല്ലോ, പിന്നെ എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്ന ഈ കഥകൾ പറയുന്നത്? അവിടെയാണ് അടുത്ത ട്വിസ്റ്റ് വരുന്നത്. ആ ട്വിസ്റ്റാണ് ഈ കേസിനെ വഴിതിരിച്ചു വിട്ടതും പിന്നീട് 200ഓളം കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടുവാനും കാരണമായത്. ആദിവാസികൾ ലോപ്പസിനെ കുഴിയിലിറക്കി മണ്ണിട്ട് മൂടി തലയിൽ തേനൊഴിക്കുന്ന സമയത്ത് അതുവഴി ഒരു ജീപ്പ് കടന്നു വന്നു. ആ ജീപ്പ് ഓടിച്ചു വന്നത് മിഷണറി ഗ്രൂപ്പിൽപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീ അവിടെയുള്ള ആദിവാസികൾക്ക് സഹായം ചെയ്യുന്ന ഒരു സംഘടനയുടെ ആളായിരുന്നു. ഒരാൾക്കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ട് അവർ ജീപ്പ് നിർത്തി. പിന്നെ അവിടേക്ക് നടന്നു. ലോപ്പസിനെ മണ്ണിൽ കുഴിച്ചു നിർത്തിയിരിക്കുന്നത് ആ സ്ത്രീ കാണുകയാണ്. അവൾ അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, ഇത് തെറ്റാണ്, ഇവനെ ശിക്ഷിക്കേണ്ടത് നിയമമാണ്, നിങ്ങൾ അവനെ പുറത്തെടുക്കൂ, ഞാൻ തന്നെ അവനെ പോലീസിൽ ഏൽപ്പിക്കാം. എങ്ങനെയോ അയാക്കുച്ചോ നിവാസികളെ പറഞ്ഞ് സമ്മതിപ്പിക്കുവാനായിട്ട് അവൾക്ക് സാധിച്ചു. അവൾ അവനെ ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. എന്നാൽ അയാൾക്കെതിരെ മതിയായിട്ടുള്ള യാതൊരു തെളിവുമില്ലായിരുന്നു. അതുകൊണ്ട് പോലീസ് ആ സ്ഥലത്തു നിന്നും അയാളെ നാട് കടത്തുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ലോപ്പസ് പെറുവിൽ എത്തപ്പെടുന്നതും തന്റെ നരനായാട്ട് പുനരാരംഭിക്കുന്നതും. അന്ന് ആ സ്ത്രീ അയാക്കുച്ചോം ഗോത്രക്കാരിൽ നിന്നും അയാളെ രക്ഷിക്കാതിരുന്നുവെങ്കിൽ, അതുപോലെ ആ പോലീസുകാർ അന്ന് അയാളെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ചിരുന്നുവെങ്കിൽ 200-ലേറെ പെൺകുട്ടികൾ ജീവനോടെ ഇരിക്കുമായിരുന്നു. പക്ഷെ അവരാരും അത് ചെയ്തില്ല. പിൽക്കാലത്ത് ഈ സംഭവത്തെക്കുറിച്ച് ലോപ്പസ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: അന്ന് ആ ആദിവാസികളാണ് തന്നെ ആദ്യമായിട്ട് മരണഭയം എന്താണെന്ന് കാണിച്ചത്. പോലീസ് അവനോട് എന്തുകൊണ്ടാണ് നീ പെൺകുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്തത് എന്ന് ചോദിച്ചു. അതിനവൻ കൊടുത്ത മറുപടി ഇതാണ്: ഞാനിങ്ങനെ ആകുവാനുള്ള ഏക കാരണം എൻ്റെ അമ്മയാണ്. എൻ്റെ 8 വയസ്സിലാണ് എൻ്റെ നിഷ്കളങ്കത്വം എനിക്ക് നഷ്ടപ്പെട്ടത്. തനിക്കെന്ന് നഷ്ടപ്പെട്ട ആ നിഷ്കളങ്കത്വം ഏത് കുട്ടിയുടെ മുഖത്തുണ്ടോ ആ കുട്ടിയെ മാത്രമാണ് താൻ തിരഞ്ഞെടുക്കൂ. അവരുടെ മുഖത്തെ ആ നിഷ്കളങ്കത ഇല്ലാതാകുമ്പോൾ എനിക്ക് വലിയൊരു സംതൃപ്തി കിട്ടും. അതായിരുന്നു അവൻ കൊടുത്ത മറുപടി. അവസാനം പോലീസുകാർ അയാളോട് ആ കുട്ടികളെ എവിടെയാണ് കുഴിച്ചിട്ടത് എന്ന് ചോദിച്ചു. പെഡ്രോ അലോൺസോ ലോപ്പസ് താൻ കുട്ടികളെ കുഴിച്ചിട്ട സ്ഥലം പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തു. അവിടെ നിന്നും അവർ തോണ്ടിയെടുത്തത് 1ഉം 2ഉം കുട്ടികളുടെ ജഡങ്ങളായിരുന്നില്ല, 100-ലേറെ കുട്ടികളുടെ ജഡങ്ങളായിരുന്നു. വൈകാതെ ഈ കേസ് കോടതിയിൽ എത്തപ്പെടുകയാണ്. കോടതിയിൽ വെച്ച് 110 കുട്ടികളെ ഇവൻ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംശയാതീതമായിട്ട് തെളിയിക്കുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ അതിനവന് കൊടുത്ത ശിക്ഷ കേൾക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥമായി ഞെട്ടുവാൻ പോകുന്നത്. 110 കുട്ടികളെ കൊന്ന ഈ കുറ്റവാളിക്ക് കോടതി കൊടുത്ത ശിക്ഷ ഇതാണ്: വെറും 16 വർഷം തടവ്. അതിനൊരു കാരണമുണ്ട്. ഇക്വാഡോറിൽ മരണശിക്ഷയില്ല. ഒരു കുറ്റവാളിക്കും അവർ മരണശിക്ഷ കൊടുക്കാറില്ല. അതാണ് അവിടുത്തെ നിയമം. ഏറ്റവും വലിയ കുറ്റവാളിക്ക് കൊടുക്കുന്ന പരമാവധി ശിക്ഷ ഇതാണ്: 16 വർഷം തടവ്. എന്നാൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ മാതാപിതാക്കൾ അവർ രോഷാകുലരായിരുന്നു. അവർ ഒരു പദ്ധതി ആലോചിച്ചു, ജയിലിൽ വെച്ച് ഇവനെ ഇല്ലാതാക്കുവാനായിട്ട്. ഇത് മുൻകൂട്ടി അറിഞ്ഞ പോലീസ് ആകട്ടെ അവനെ വളരെ സുരക്ഷയുള്ള മറ്റൊരു ജയിലിലേക്ക് മാറ്റുകയാണ്, അതും മലകൾക്ക് നടുവിലുള്ള ഒരു ജയിലിൽ. ലോപ്പസ് ഇപ്പോഴുള്ളത് ഏത് ജയിലിലാണെന്ന് മീഡിയ മണത്തറിഞ്ഞു. ഒരു മീഡിയ ടീം അയാളുമായിട്ടൊരു ഇന്റർവ്യൂ എടുക്കുവാനായിട്ട് തീരുമാനിച്ചു. അതിനുവേണ്ടി ജയിലിലേക്ക് വന്നത് ഒരാണും ഒരു പെണ്ണുമായിരുന്നു. ഈ സ്ത്രീയെ കണ്ടതും ലോപ്പസ് ആകെ വികാരപരവശനായി. അയാൾ അവരോട് പറഞ്ഞു, ഞാനൊരു സ്ത്രീയെ തൊടുകയോ കാണുകയോ ചെയ്തിട്ട് വർഷങ്ങളായി. ഈ സ്ത്രീയുടെ കയ്യിലൊന്ന് തൊടുവാനായിട്ട് അനുവദിച്ചാൽ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്റർവ്യൂ തരൂ. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അവരത് അനുവദിക്കുകയാണ്. അന്നെടുത്ത ഫോട്ടോയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. കഥ ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. ആ നാട്ടിലെ ഏറ്റവും വലിയ ശിക്ഷയായിട്ടുള്ള 16 വർഷം തടവ് അത് പൂർണ്ണമായിട്ടും അനുഭവിക്കേണ്ടി വന്നില്ല അയാൾക്ക്. നല്ല നടപ്പിന്റെ പേരിൽ 14 വർഷമായപ്പോഴേക്കും അയാളെ ജയിലിൽ നിന്നും മോചിപ്പിച്ചു. 1994-ലാണ് ലോപ്പസ് ജയിലിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. 300-ലധികം നിഷ്കളങ്ക ബാല്യങ്ങളെ ഇല്ലാതാക്കിയ ആ മനുഷ്യ മൃഗം ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ചെയ്തത് എന്താണെന്നറിയാമോ? അയാൾ കൈകൾ രണ്ടും ആകാശത്തേക്ക് ഉയർത്തി ദൈവത്തിന് നന്ദിയെന്ന് പറഞ്ഞു. ആ സമയമെടുത്ത ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഒരിക്കൽ ബോക്സറായ മുഹമ്മദ് അലി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ഈ നൂറ്റാണ്ടിൽ എന്നെപ്പോലെ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയില്ല. അതിന് സമാനമായൊരു വാക്ക് ഈ ലോപ്പസും പറഞ്ഞിട്ടുണ്ട്. അയാൾ തന്നെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: ദി മാൻ ഓഫ് ദി സെഞ്ചുറി. എന്തർത്ഥത്തിലാണ് അയാൾ അങ്ങനെ പറഞ്ഞത് എന്നറിയില്ല. ലോപ്പസിന്റെ മനോനിലയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: ടോക്സിക് പേരന്റിംഗ് ആണ് അയാൾ ഇങ്ങനെയാകുവാനായിട്ട് കാരണം. എന്ന് വെച്ച് അയാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ന്യായീകരിക്കുവാനും കഴിയില്ല. ഒരമ്മയുടെ വളർത്തു ദോഷം മൂലം
300-ലേറെ അമ്മമാർക്കാണ് സ്വന്തം മക്കളെ നഷ്ടമായത്. ഇതുപോലെയുള്ള മനോരോഗികളാണ് ഓരോ പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെയും പേടി സ്വപ്നം. അതുപോലെ ബാല്യത്തിൽ ലോപ്പസിനെ ദുരുപയോഗം ചെയ്തിട്ടുള്ള പുരുഷന്മാരും തുല്യ കുറ്റക്കാരാണ്. അതുപോലെയുള്ള ആളുകൾ സമൂഹത്തിൽ ധാരാളമുണ്ട്. അത്തരക്കാരാണ് ഓരോ ആൺകുട്ടികളുടെയും മാതാപിതാക്കളുടെയും പേടി സ്വപ്നവും. ഇനി ലോപ്പസിന് എന്താണ് സംഭവിച്ചത് അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം അയാളെ അധികം ആരും കണ്ടിട്ടില്ല. അയാൾ എവിടേക്ക് പോയെന്ന് പോലും ആർക്കും അറിയില്ല. അവസാനമായിട്ട് ലോപ്പസിനെ ജീവനോടെ കണ്ടുവെന്ന് പറയപ്പെടുന്ന സംഭവം ഇതാണ്. 1999 സെപ്റ്റംബർ മാസത്തിൽ തൻ്റെ സിറ്റിസൺഷിപ്പ് പുതുക്കുവാനായിട്ട് നാഷണൽ സിവിൽ രജിസ്ട്രിയിൽ അയാൾ വന്നിരുന്നു. ആ സമയത്താണ് ലോപ്പസിനെ അവസാനമായിട്ട് കണ്ടത്. പിന്നെ അയാൾ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ചിലർ ഇപ്പോഴും ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പെഡ്രോ ലോപ്പസ് അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അയാൾ ആരും അറിയാതെ തൻ്റെ പഴയ മോഡസ് ഓപ്പറാൻഡി ഉപയോഗിച്ച് ഇപ്പോഴും കുട്ടികളെ ഇല്ലാതാക്കുന്നുണ്ട്. ദി മോൺസ്റ്റർ ഓഫ് ആൻഡസ് എന്നറിയപ്പെടുന്ന പെഡ്രോ അലോൺസോ ലോപ്പസിൻ്റെ കഥ ഇവിടെ തീരുകയാണ്. അധികം വൈകാതെ സമാനമായ മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.